ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ചോദിക്കുകയാണ്. ആക്ച്വലി ഗ്ലൗസ് എന്ന് പറഞ്ഞല്ലോ, ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്? ഇത് ഒരു ഗെയിം ബേസ്ഡ് ടൂളാണ്. ഇറ്റ്സ് എ റോബോട്ടിക് ഗ്ലവ് ദാറ്റ് ഈസ് ഒരു TV സ്ക്രീനിൽ നമുക്ക് കുറച്ച് ഗെയിംസ് കളിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം പറയാം, നമ്മൾ ഒരാൾ ഒരു ബേസ്ബോൾ എറിയുന്നു, നമ്മൾ ആ ബേസ്ബോൾ പിടിക്കുന്ന ഒരു ആക്ടിവിറ്റി, റൈറ്റ്? അതാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഹാൻഡ് ഫംഗ്ഷൻ മൂവ്മെൻ്റ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ മൊത്തമായിട്ട് പിടിക്കാൻ പറ്റില്ല, പക്ഷെ കുറച്ച് പിടിച്ചാലും പിടിച്ച പോലെ അവർക്ക് കാണാൻ പറ്റും TV സ്ക്രീനിൽ. അതൊരു കളി. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വെജിറ്റബിൾ, ഒരു ബോർഡിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി. അപ്പം നമ്മൾ കൈവച്ച് ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ആ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സോർട്ട് ഓഫ് ഇൻറ്റൻറ്റ് അവിടെ കാണിച്ചു കഴിയുമ്പോൾ തന്നെ ആ സ്ക്രീനിലെ ആക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ പതുക്കെ ആ ആക്ടിവിറ്റി ചെയ്യാൻ പിന്നെയും പഠിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഗ്ലൗസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യേണ്ട ചിലപ്പോൾ ഒരു ഗ്ലാസ് പിടിക്കാനൊക്കെ നമുക്ക് അതുകൊണ്ട് പറ്റും എന്നാണോ? നമ്മളിപ്പോൾ റീഹാബിലിറ്റേഷനിൽ ഏത് ഒരു ആക്ടിവിറ്റിയിലാണെങ്കിലും നമ്മൾ ആ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ Day 1 നമുക്ക് കുറച്ച് ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ. ഹോപ്പ്ഫുള്ളി ബൈ Day 20 or Day 30 നമ്മുടെ ആ ഫംഗ്ഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. അപ്പം നമ്മുടെ ഗോൾ ചിലപ്പം പറഞ്ഞ പോലെ ആയിരിക്കും, വിച്ച് ഇസ് ആ ഗ്ലാസ് പിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഗോൾ. ഗ്രാജുവലി വി ക്യാൻ ഗെറ്റ് ടു ദാറ്റ് പോയിന്റ്. അപ്പം ഇപ്പോൾ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഫംഗ്ഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും റീഹാബിലിറ്റേഷനിൽ കൂടെയുള്ള നമ്മുടെ ഗോൾ. പക്ഷേ ദാറ്റ് മൈ ടേക്ക് ടൈം ഇൻ ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ്. മോസ്റ്റ്ലി നമ്മൾ റീഹാബിലിറ്റേഷൻ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, മെന്റൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ഇത്രയും വലിയൊരു സംരംഭം കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും കൂടെ ഒരു ടീം ഉണ്ടാവും അല്ലേ? ആ ടീമിന്റെ ഒപ്പം ആരൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ ടീമിൽ എത്ര പേരുണ്ട് എന്ന് പറയാമോ? ഞങ്ങൾക്ക് 25 മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ടീമിൽ. ഓൾമോസ്റ്റ് ക്ലിനിക്കൽ സൈഡ് അല്ലെങ്കിൽ മെഡിക്കൽ ടീം കംപ്രൈസസ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ന്യൂട്രീഷനിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ കൗൺസിലേഴ്സും ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റും ഉണ്ട്, ഡോക്ടേഴ്സും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് 3 ക്ലിനിക്കുണ്ട്. 3 ക്ലിനിക്കിലും ശരിക്കും പറഞ്ഞാൽ ഈ സോർട്ട് ഓഫ് പ്രൊഫഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ടീം മെമ്പേഴ്സും ഉണ്ട് നമുക്ക്, അലോങ് വിത്ത് റിസപ്ഷനിസ്റ്റ് ആൻഡ് കൗൺസിലർ, റൈറ്റ്? അതുകൂടാതെ ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസ് അല്ലെങ്കിൽ സോർട്ട് ഓഫ് ഓപ്പറേഷൻ സൈഡിൽ ഞങ്ങൾക്ക് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമുണ്ട്, മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമുണ്ട്, കസ്റ്റമർ സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമുണ്ട്, അക്കൗണ്ട്സിൻ്റെ ടീമുണ്ട്. ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എറണാകുളത്തും രാജഗിരി, പെരിന്തൽമണ്ണ, കോഴിക്കോട് ഇവിടെയൊക്കെ അല്ലാതെ ഉള്ള ആളുകൾക്ക് ചിലപ്പം ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതൊക്കെ താല്പര്യമുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഞങ്ങൾക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അധികവും കണ്ടീഷൻസിന് ഞങ്ങൾക്കൊരു ഫിസിക്കൽ അസസ്മെൻ്റ് ഇല്ലാതെ ഒരു ആക്യുറേറ്റ് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം ആ ദൂരെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഫിസിക്കൽ അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് സോർട്ട് ഓഫ് പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡയഗ്നോസിസിൻ്റെ ബേസിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയുന്നത്. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആയിരിക്കും, ചിലപ്പോൾ അത് 1.5 മാസത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ആവാം. അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ ആൻഡ് ദ ഡയഗ്നോസിസ്. ആക്ച്വലി 3 years ആയില്ലേ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ? അപ്പോൾ എത്രത്തോളം പേഷ്യൻസ് നമുക്ക് ഇതിൽ ഈ ഒരു സർവീസ് അവരെടുത്തിട്ടുണ്ടാവും? 1000-ൽ കൂടുതൽ പേഷ്യൻസിനെ നമ്മൾ ഓരോ സെന്ററിലും ചിലപ്പോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. സോ we've had a lot of centers, a lot of people come through our centers. ഞങ്ങളുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്പേഴ്സ് ആർ വെരി ഗുഡ്. അപ്പം ആ ഒരു ബേസിസിലാണ് ഞങ്ങൾ അഡീഷണൽ സെന്റേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിഖിൽ, ഒരുപാട് ഇഞ്ചുറീസ് വന്നിട്ട് ഉള്ള ട്രീറ്റ്മെന്റ്സ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ആ ഇഞ്ചുറീസ് വരുന്ന ആൾക്ക് എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മെന ഹെൽത്ത്? ഞങ്ങൾ മസ്ക്ലോസ്കെലറ്റൽ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്പോർട്സ് ഇഞ്ചുറി റിക്കവറിക്കുള്ള പ്രോഗ്രാംസും ഉണ്ട്. അപ്പം മസ്ക്ലോസ്കെലറ്റൽ ഇഷ്യൂസ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വരുന്ന ഇഷ്യൂസാണ്. വീട്ടമ്മമാർ തൊട്ട് പ്ലംബേഴ്സ്, സ്പോർട്സ്മെൻ എല്ലാവർക്കും വരുന്ന ഇഷ്യൂസാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം സച്ചിന് ടെന്നീസ് എൽബോ ഉണ്ടായിരുന്നു. അപ്പോൾ ടെന്നീസ് എൽബോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പ്ലംബേഴ്സിലും ഇലക്ട്രീഷ്യൻസിലാണ്. ബിക്കോസ് റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂ വരുന്നത്. സച്ചിനാകുമ്പോൾ റിപ്പീറ്റഡ് മൂവ്മെന്റ് ബാറ്റിംഗ് റിലേറ്റഡ് മൂവ്മെന്റ് ആയിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലംബറിന് ചിലപ്പം നെയിലടിക്കുന്ന മൂവ്മെന്റ് ആവും. അപ്പോൾ ആ ഒരു റിപ്പീറ്റഡ് മൂവ്മെന്റ് കാരണം അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. അങ്ങനത്തെ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പം എക്സ്ട്രാ കോർപ്പറൽ ഷോക്ക് വേവ് തെറപ്പി എന്ന് പറഞ്ഞൊരു മൊഡാലിറ്റിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ക്രയോതെറപ്പി എന്ന് പറഞ്ഞ വേറൊരു മൊഡാലിറ്റിയും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പ്ലാന്റാ ഫേസൈറ്റിസ് ഇപ്പം വീട്ടമ്മമാർക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ
രാവിലെ എണീക്കുമ്പം ആദ്യത്തെ ഒരു 3-4 സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു വേദന, റൈറ്റ്? അതാണ് പ്ലാന്റാർ ഫേസൈറ്റിസ്. കാലിൻ്റെ അടിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദന വരുന്നത്. നോർമൽ ആൾക്കാർക്ക് വരുന്ന കണ്ടീഷൻസ് ആണ്. വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസാണ് ഇഫ് ഡയഗ്നോസ്ഡ് കറക്റ്റ്ലി. അപ്പം ഇതിൻ്റെയൊക്കെ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പോർട്സ് ഇഞ്ചുറീസ്, നേരത്തെ പറഞ്ഞ പോലെ ACL ഡാമേജ് അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി, ഷോൾഡർ, ബാഡ്മിൻ്റൺ പ്ലെയേഴ്സിന് വരുന്ന ഷോൾഡറിൻ്റെ ഇഞ്ചുറി, ACL ഡാമേജ് അധികം ഫുട്ബോൾ പ്ലെയേഴ്സിനാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ സർജറിക്ക് ഉള്ള സ്റ്റേജ് ആയിട്ട് എന്ന് പറഞ്ഞൊരു ഫുൾ ടെയർ അല്ലാത്ത കേസസിലൊക്കെ ഞങ്ങൾക്ക് റീഹാബിലിറ്റേഷനിൽ കൂടെ തന്നെ അവരെ തിരിച്ച് ആ ഒരു നോർമൽ ഫംഗ്ഷനിലേക്ക് ചിലപ്പോൾ എത്തിക്കാൻ പറ്റിയെന്ന് വരും. ഇപ്പം അത് പറ്റാത്തൊരു സിറ്റുവേഷനാണ്, സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും ഈ പേഷ്യൻസ് റീഹാബിലിറ്റേഷൻ ഇല്ലാതെ ഇവർക്ക് ഫുൾ ഫംഗ്ഷനിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം ആ ഒരു പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിഖിൽ, ആക്ച്വലി നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അലോപ്പതി ഉണ്ടാവും, ആയുർവേദിക് ഉണ്ടാവും, അല്ലെങ്കിൽ ഹോമിയോ, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സിലേക്കാണ് നമ്മൾ പോവുക. മന ഹെൽത്ത് എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം പ്യുവർലി അലോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. മീനിങ് എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സിന് എല്ലാത്തിനും ഒരു റീസെർച്ച് ബാക്കിംഗ് ഉണ്ട്. കുറേ സ്റ്റഡീസ് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ എഫക്റ്റീവ്നെസ്സും സേഫ്റ്റിയും പ്രൂവൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ സെൻറ്റേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ മൊഡാലിറ്റീസും US FDA ആൻഡ് CE അപ്രൂവ്ഡ് ആണ്. ഈ 2 അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ കുറേ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റിയും പ്രൂവ് ചെയ്യണം. അപ്പം എഫക്റ്റീവും സേഫും ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ മാനയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അസുഖത്തിന് എവിഡൻസ് ബേസ്ഡ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിസ്ക് ബൾജ് അങ്ങനത്തെ ഒരു ഇഷ്യൂ, റൈറ്റ്? അപ്പോൾ ഡിസ്ക് ബൾജ് ഉള്ള ഒരു 100 അല്ലെങ്കിൽ 1000 പേഷ്യൻസിൽ ഈ ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ആ ട്രൈ ചെയ്ത് ആ ഇഷ്യൂ സോൾവ് ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിരിക്കും ഇത്. അപ്പം നമ്മൾ നേരത്തെ ടെന്നീസ് എൽബോനെ കുറിച്ച് പറഞ്ഞു. അപ്പം ടെന്നീസ് എൽബോ ഉള്ള പല പേഷ്യൻസിലും എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു 500-1000 പേഷ്യൻസിൽ ഈ മൊഡാലിറ്റി ട്രൈ ചെയ്ത് ടെന്നീസ് എൽബോ റിസോൾവ് ചെയ്യാൻ പറ്റിയ കാരണമാണ് ആ എക്സ്ട്രാ കോർപ്പറൽ ഷോക്ക് വേവ് തെറപ്പി എന്ന് പറഞ്ഞ ഒരു മൊഡാലിറ്റി അതിന് വേണ്ടി ഇൻഡിക്കേറ്റഡ് ആവുന്നത്. അപ്പം അങ്ങനെ ഓരോ കണ്ടീഷനും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് നമ്മൾ ആ ഒരു കണ്ടീഷനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇഷ്യൂ ആണ് മുട്ട് തേയ്മാനം എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മുട്ട് തേയ്മാനത്തിലൂടെയൊക്കെ. അപ്പം അവർക്ക് എന്ത് സർവീസാണ് മന ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? മുട്ട് തേയ്മാനത്തിന് ഞങ്ങൾക്ക് ആർത്രൈറ്റിസ് വെൽനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. മുട്ട് തേയ്മാനത്തിന് കുറേ ഗ്രേഡ്സ് ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. അപ്പം ഒരു ഗ്രേഡ് 4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അധികം ആൾക്കാർ നീ റീപ്ലേസ്മെൻറ്റ് സർജറിക്കാണ് പോകുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് ഗ്രേഡ് 1, ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 സ്റ്റേജസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നല്ലൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പേഷ്യൻസിന്. ബേസിക്കലി മുട്ടിൻ്റെ തേയ്മാനം അധികവും ഈ കാർട്ടിലേജിൻ്റെ ഡീജനറേഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാർട്ടിലേജിൻ്റെ റിപ്പയറും അതുപോലെ തന്നെ ആ പെയിനും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ പൾസ് സിഗ്നൽ തെറപ്പി എന്ന് പറഞ്ഞൊരു മൊഡാലിറ്റി ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആക്ച്വലി ലോങ് ടേം നല്ലൊരു റിസൾട്ട് ഞങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് രാജഗിരിയിൽ ഓൾമോസ്റ്റ് 3 years ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ്. ലോങ് ടേം റിക്കവറി പേഷ്യൻസിന് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു മൊഡാലിറ്റി യൂസ് ചെയ്ത്. അറ്റ്ലീസ്റ്റ് ഈ സർജറി കുറേ വർഷത്തേക്ക് നമുക്ക് പ്രൊലോങ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പുട്ട് ഓഫ് ചെയ്യാൻ പറ്റും പൊട്ടൻഷ്യലി ബൈ ഡൂയിങ് ദിസ് ട്രീറ്റ്മെൻറ്റ്. അപ്പം മുട്ടിൻ്റെ ഫംഗ്ഷൻ, ആ വേദനയും ഇഷ്യൂസൊക്കെ മാറ്റിയിട്ട് നോർമൽ ഫംഗ്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അവിടെ. അപ്പം ആർത്രൈറ്റിസിനെ കുറിച്ചും അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടായാലുള്ള ബുദ്ധിമുട്ട്, സ്കാറ്റിക്, ഇതിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അസുഖങ്ങളിലേക്കൊക്കെ വരാതിരിക്കാൻ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് വെയിറ്റ് ലോസ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഈ വെയിറ്റ് ലോസ് മാനേജ്മെന്റിന് എന്ത് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്ത് സർവീസാണ് മന ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സോ ഈ അമിതവണ്ണം റിസോൾവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറപ്പി എന്ന് പറഞ്ഞ ഒരു റീസെർച്ച് ബേസ്ഡ് അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറപ്പിയുടെ കൂടെ തന്നെ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ തെറപ്പി മൊഡാലിറ്റീസ്, റൈറ്റ്? ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് തെറപ്പി അല്ലെങ്കിൽ ഷോക്ക് വേവ് തെറപ്പി, ഇതെല്ലാം യൂസ് ചെയ്ത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം, ഒരു വെയിറ്റ് ലോസ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക്
ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അതായത് 2-3 മാസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ചിലപ്പോൾ വെയിറ്റ് കുറയും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. സോ ഈ പ്രോഗ്രാം വഴി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ സോർട്ട് ഓഫ് ഹെൽത്തി ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈവൻ ഇപ്പം മെഡിക്കൽ കണ്ടീഷൻ ഉള്ള ഒരാളാണെങ്കിലും റൈറ്റ് ഹെൽത്തി ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വെയിറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, പിന്നെ കുറച്ച് സൈക്കോളജിക്കൽ ടൂൾസ് ടു കീപ് ദ വെയിറ്റ് ഓഫ്. നമ്മൾ ആ വെയിറ്റ് ലോസ് നമ്മൾ അറ്റൈൻ ചെയ്തു, ഇപ്പോൾ ലെറ്റ്സ് സേ 10 kgs 15 kgs വെയിറ്റ് ലോസ് നമ്മൾ അറ്റൈൻ ചെയ്തു എന്ന് വെച്ചോ, അത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ 2 ആസ്പെക്റ്റും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറപ്പി. അത് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ ഈ മൊഡാലിറ്റീസും യൂസ് ചെയ്യുന്ന കാരണം നല്ലൊരു ചേഞ്ച്, നോട്ട് ജസ്റ്റ് വെയിറ്റ് ലോസ് ബട്ട് ഇഞ്ച് ലോസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻസ് ഒക്കെ ഒരുപാട് ആളുകൾ സഹിക്കുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഔട്ട് ഓഫ് കേരളയും ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഈ പ്രയാസങ്ങളിൽ പോകുന്ന ആൾക്കാർക്ക് ആ ഒരു സർവീസ് കിട്ടണമെന്ന് താല്പര്യമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രാഞ്ചൈസി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നത്, ഏത് രീതിയിലാണ്? ഞങ്ങളിപ്പം കേരളത്തിൽ ആകെ 3 സെൻറ്റേഴ്സ് നമുക്കുള്ളൂ. ഞങ്ങൾക്ക് പൊട്ടൻഷ്യലി ഒരു 6-7 സെൻറ്റർ നമുക്ക് ചിലപ്പോൾ കേരളത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരും. അപ്പം തൃശ്ശൂർ, തിരുവല്ല, കണ്ണൂർ, ട്രിവാൻഡ്രം ഇങ്ങനത്തെ ലൊക്കേഷൻസിലേക്ക് ഞങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതൊരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് മോഡലിലാണ് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്യുപ്മെൻറ്റ് സോർട്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തേക്ക് ഇപ്പം തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഓൾമോസ്റ്റ് എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഇങ്ങനത്തെ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്കുണ്ട്. അപ്പം വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പം ആ ഒരു സ്റ്റേറ്റിൽ ലോക്കലായിട്ടുള്ള ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി പാർട്ട്ണർ എന്നുള്ള രീതിയിലായിരിക്കും ഞങ്ങൾ ആ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി പാർട്ട്ണർ 1-2 സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നെ സബ് ഫ്രാഞ്ചൈസീസും അല്ലെങ്കിൽ സബ് പാർട്ട്ണർഷിപ്സും ഇതിലേക്ക് പോകാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ മോഡൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്യുവർ ഫ്രാഞ്ചൈസിങ് മോഡൽ അല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സെൻറ്റേഴ്സ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഒരു ഇൻഫ്രാസ്ട്രക്ചറിലും എക്യുപ്മെൻറ്റിലും ഒരു ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിലും അതിൻ്റെ ഓപ്പറേഷൻ മാന തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ബിക്കോസ് ഹെൽത്ത് കെയർ ആയ കാരണം അങ്ങനത്തെ ഒരു സെൻറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഇൻവെസ്റ്ററിന് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആൻഡ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം, ഞങ്ങളുടെ ക്വാളിറ്റി ഓഫ് സർവീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആ ബ്രാൻഡ് നെയിം. അപ്പോൾ ആ ഒരു ബ്രാൻഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെയായിരിക്കും സെൻറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹുവെവർ ഇസ് ഇൻവെസ്റ്റിംഗ് അവരൊരു പാസീവ് ഇൻവെസ്റ്റേഴ്സ് തന്നെയായിരിക്കും ഇൻ ദ റണ്ണിങ് ഓഫ് ദ സെൻറ്റർ. നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഹോസ്പിറ്റൽ വിസിറ്റ്, ഒരു സർജറി ഒക്കെ എപ്പോഴെങ്കിലും ആവശ്യമായി വന്നിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു അസുഖം വരുമ്പോൾ ആ ഒരു സർജറിയിലേക്ക് പോകാതെ അല്ലെങ്കിൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മന ഹെൽത്ത്. സോ ആ മന ഹെൽത്തിൻ്റെ വിശേഷങ്ങളാണ് നിഖിൽ ജോർജുമായിട്ട് നമ്മൾ ഇത്ര നേരം പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പാൻഷൻസിലേക്കും ഫ്യൂച്ചർ പ്ലാൻസിലേക്കും പോകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഇൻസ്പയറിലൂടെ ഇനി കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സജ്ന സാറ സൈനിങ് ഓഫ്.